ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് പോകുന്നത് ചങ്ങായിമാരെ, എവിടെയാണ് പോകുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നല്ലേ. ഞാൻ ഇന്നൊരു വ്യത്യസ്തമായ കാഴ്ച കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ നിങ്ങളെ. പിന്നെ നമ്മളെ അടുത്തുള്ളൊരു മടപ്പുരയാണ്, മഞ്ചക്കണ്ടി മടപ്പുര. അവിടെ ഉത്സവം കഴിഞ്ഞ് അപ്പോൾ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. അവിടെ നിന്ന് കൊട്ടിയൂരൊക്കെ ഇളനക്കാറ് പോകുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലൊക്കെ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇവിടെ ധനേഷ് ഉണ്ട് അമ്പലത്തിൻ്റെ അടുക്കുന്നത്, അവിടെ കാത്തിക്കുന്നുണ്ടായി. ഞാൻ ധനേശും കൂടിയാണ് പോകുന്നു. അവിടെ പോയിട്ട് ഈ മടപ്പുരേനെ പറ്റിയും അടുത്ത കാഴ്ചകളിൽ നമുക്ക് കാണാമല്ലോ. കൊട്ടിയൂർ ഇളനക്കാറ് പോകുന്നതും ഇവിടുന്ന് പുറപ്പെടുന്നതും ഞാൻ കണ്ടിട്ടില്ല. അത് നമുക്ക് പോയി കാണാം. അത് നേരെ അങ്ങോട്ടേക്ക് പോവാം. നമസ്കാരം. നമസ്കാരം. എന്താണ് പേര് നിങ്ങളെ? എൻ്റെ ഒരു പ്രഭാരൻ. ചേരി മഞ്ചക്കണ്ടി മടപ്പുരൻ്റെ ആരായിട്ടാണ് നിങ്ങൾ? ഞാൻ ആൾമടേനായിട്ട് വരും. ആൾമടയല്ലേ? ഈ മടപ്പുരയും മടപ്പുരൻ്റെ ഐതിഹ്യവും ഇവിടുത്തെ കാര്യങ്ങളിലൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഈ മടപ്പുര കൂടാളി യശമാനൻ മഞ്ചക്കണ്ടി തറവാട്ടുകാർക്ക് തന്നെയാണ്. അപ്പോൾ 700 പഴക്കമുള്ള മടപ്പുരയാണ്. ഇവിടെ സാധാരണ മടപ്പുര പോലുള്ള മടപ്പുരയല്ല ഇത് പടിഞ്ഞിട്ട മടപ്പുരയാണ്. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് പ്രദർശനം വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും. പിന്നെ ശ്രീകോവിൽ പൊന്തിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ ബ്രഹ്മകലശയിൽ ഇത്ര പൊന്തിയിട്ട് കാണുന്നത്. ഈ കാണുന്നത് ബ്രഹ്മകലശാണ് പൊന്തിയിട്ട് കാണുന്നത്. ആ കാണുന്നത് പടിയാണ്. അവിടെ ഉത്സവം നടക്കുമ്പോൾ യശമാനം വന്നിട്ട് അവിടെ വന്നിരിക്കും. യശമാനം പറഞ്ഞാൽ മാത്രമേ ദൈവത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. പണ്ട് കാലങ്ങളിൽ യശമാനം വന്നിരിക്കാറുണ്ട്. ഇത് ചടിക്കട്ടയിൽ നിർമ്മിച്ച ഒരു പുരാതനമായ ക്ഷേത്രമാണ്. പിന്നെ ഇവിടുന്ന് കൊട്ടിയൂരേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് എത്ര വർഷമായിട്ട് തുടങ്ങി? എത്ര വർഷമാണെന്ന് ഇപ്പം പറയാൻ കഴിയില്ല. പണ്ടേ കാലാകാലങ്ങളിൽ അവർ നിങ്ങളെ ഓർമ്മിച്ച കാലം മുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കൂടിയാണ് കുളിച്ചു കൂടുക. അവർക്കായിട്ടുള്ള പ്രത്യേക പടി കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അവരിവിടെ കുളിച്ചു കൂടിക്ക് പിന്നെ ഇവിടെ നിന്നൊക്കെ അവരിക്കാൻ പോവാം. കൂടാളിക്കുന്ന് മഞ്ചക്കണ്ടി മടപ്പുര എന്നാണ് പറയാം. ഇത് ചളിക്കട്ടയിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്. ഇത് പണ്ട് കാലത്തെ പൂർവ്വന്മാർ ചളിയിൽ നിർമ്മിച്ച കട്ട വെച്ചിട്ട് നിർമ്മിച്ച ക്ഷേത്രമാണ്. ഇത് എത്ര കൊല്ലത്തെ പഴക്കമുണ്ടെന്ന് ശരിക്കും പട്ടോലയിൽ എത്ര കൊല്ലത്തെ പഴക്കമുണ്ടെന്ന് പറയാൻ വേണ്ടി പോയില്ല. ഇപ്പോൾ സുമാർ ഒരു 700 വർഷം പറയുന്നത്. അത് ഞാനും ഇവിടെ മുന്നേ വരുത്തുണ്ടായിരുന്നു, പക്ഷേ ഞാനിത് അറിയില്ല. ഈ കട്ടയിൽ ചളിക്കട്ടയിൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ ഉത്സവം പിന്നെ മുമ്പായിട്ട് ഫെബ്രുവരി 20-21 ഉത്സവം വരുക. 500 കോലാധാരി. പിന്നെ ഇവിടെ 500 കോലാധാരി. പിന്നെ ഗുളികൻ ആണ് ഇവിടുത്തെ മുഖ്യ. ഇത് മുത്തപ്പനും ഗുളികനും വന്ന് വെള്ളാട്ടവും. പിന്നെ രാവും 13 പുത്തരി ഉത്സവം ഉണ്ടാവുക. അന്ന് വെള്ളാട്ടം മാത്രമേ ഉണ്ടാവുക. പിന്നെ ഇവിടെ കരവപ്പര മറ്റു ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ഇതിപ്പം കമ്മിറ്റിയാണ് കൊണ്ടു നടക്കുന്നത്. തറവാട്ടുകാർ എല്ലാ സഹായം ചെയ്തു കൊടുക്കും അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പറയും മടപ്പുരൻ്റെ ഇത് കണ്ട ഫുള്ള് കട്ടയിലാട്ടല്ല. കണ്ടപ്പോൾ കല്ലാന്ന് ഞാൻ വിചാരിച്ചത്. കല്ല് മേലെ ഒരു വരി കല്ല, മേലെ ഒരു വരി മാത്രമേ കല്ലുള്ളൂ. പ്രവരട്ട് ഇവിടെ മുത്തപ്പനം കൂടാതെ വേറെ എന്താ പ്രതിഷ്ഠയുള്ളത്? വേറെ ഗുളികൻ്റെ പ്രതിഷ്ഠയും പിന്നെ ഗുരുവിൻ്റെ പ്രതിഷ്ഠയും. ഗുരുവിൻ്റെ പ്രതിഷ്ഠയില്ല, ഗുരുവിന് വിളക്ക് മാത്രം കത്തിച്ച് കാണിച്ചു കൊടുക്കലാണ്. പിന്നെ നമ്മൾ ഇവിടെ അകത്ത് ശാസ്ത്രീയ കർമ്മങ്ങൾ ഉത്സവത്തിന് മുമ്പേ നടത്തും. വടക്കേമാവും കാര്യങ്ങളും തറവാട്ടുകാർ നടത്തും. പിന്നെ നാഗത്തിൻ്റെ സ്ഥാനമുണ്ട്. പിന്നെ സ്ഥാനമായിട്ടൊന്നുമില്ല, നാഗമുണ്ട്. അപ്പോൾ സ്ഥാനം കൊടുത്തിട്ടൊന്നുമില്ല. നാഗ് ഇവിടെ പണ്ട് കാലത്തുള്ള നാഗാണ്. ഇത് എഴുന്നേൽ കൊട്ടിയൂരിൽ കൊണ്ടുപോകാൻ വേണ്ടി കാവാക്കി വെച്ചതാണ്. ഇതിപ്പോൾ എല്ലാവരും ഇതാക്കി വെച്ചിട്ട് എടുത്തിട്ട് പോകും. ഇത് കൊട്ടിയൂരേക്ക് പോകുന്നവർക്ക് അവരുടെ കുടുംബക്കാർക്കുള്ള ഭക്ഷണമാണ് വെള്ളം വെച്ചിരിക്കുന്നത്. ഇത് കാരണവരോട്ടും ഇത് പടിയിൽ കാരണവരെ കൊണ്ട് കുമാരെന്ന് പറയും. ഇവരാണ് പിന്നെ കാരണവർ. ഇവരുടെ നേതൃത്വത്തിലാണ് കൊട്ടിയൂരേക്ക് ഇവിടുന്ന് പുറപ്പെടുക. അങ്ങനെ 1ാം കാരണവർ, 2ാം കാരണവർ, 3ാം കാരണവർ വന്നിട്ട് ഒഴിവായിട്ടുണ്ട്.
അത് ഇവിടെ ഇളനി തണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തിരിയാം. ഓരോ കാരണന്മാർ ഓരോരാളെ തണ്ടിൻ്റെ അടുത്ത് പോയി ഇളനി കാവിനടുത്ത് ഓരോ കാരണന്മാരൻ 1, 2, 3, 4 ആയിട്ട് നിരന്ന് വെക്കും. ഈ കാണുന്നത് ഇവിടെ അവിടെ കെട്ടിയ തറയിൽ യശമാനം വന്നിട്ട് കൂടാതെ യശമാനം വന്നിട്ട് ഇരിക്കും. പണ്ട് കാലത്ത് അവർ വന്നിരുന്നിട്ടാണ് തെയ്യം ഇറങ്ങുക. അവരാണ് എല്ലാം നിർദ്ദേശം തരിക. ഇപ്പം അത് തൽക്കാലമായിട്ട് കുറച്ച് കാലമായിട്ട് അതില്ല. അവരിപ്പം അവരെ അറിയിക്കും നമ്മൾ, പക്ഷേ അവർ വരാറില്ല. ഇത് ഗുരുസ്ഥാനാണ്. ഇത് ഗുരുസ്ഥാനാണ്. ഇവിടെയാണ് ഗുരുനാഥൻ്റെ ഇത്. പിന്നെ ഇത് കഴവ് പരിയാണ്. ഇതിനകത്ത് കറിക്കും അങ്ങോട്ട് ഇവിടെയാണ് ശാസ്ത്രീയകർമ്മങ്ങളും കാര്യങ്ങളും നടക്കുക. ഒരു വർഷത്തൊഴിക്കുക ഈ റൂമിൽ വെച്ചിട്ടാണ് ശാസ്ത്രീയകർമ്മം നടത്തുക. പിന്നെ ഇവിടെ വടക്കേമാവും കഴിഞ്ഞത് തന്നെ ഒരു വർഷം നടത്തും. പിന്നെ ഇതെല്ലാം കുടുംബത്തിൽപ്പെട്ടവരാണ്. ഇത് തറവാട്ടുകാരാണ്. തറവാട്ടിൽപ്പെട്ട ആൾക്കാരാണ്. ഇത് തറവാട്ടിലെ ആർക്കാൻ കേട്ടോ, ഇത് തറവാട്ടിലെ വയസ്സുള്ളവരാണ്. ഇവരാണ് തറവാട്ടിൽ ജീവൻ എന്നോട് ഇരിക്കുന്നവർ. ഇവരാണ് തറവാട്ടിലുള്ളവർ. ഓരോരുത്തർ ഓരോ സാധ്യത. ഗുളികൻ എന്ന് പറയുമ്പോൾ ഇത് ശൂല ഗുളികനാണ്. മറ്റേ 2 ഗുളികനാണുള്ളത്, ശൂല ഗുളികൻ, ദണ്ണു ഗുളികൻ. ഇവിടുത്തെ ശൂല ഗുളികനാണ്. അപ്പോൾ ഇവരാണ് സാധാരണ നമ്മളെ പിന്നെ ആത്മാക്കളെ കൂട്ടിക്കൊണ്ടാവേണ്ടി വരുന്നത്. ഇവരാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ശൂല ഗുളികനാണ്. അപ്പോൾ ശിവൻ്റെ നേരാണ്. അത്രപോലത്തെ പഴക്കമൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഗുളികൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. മുത്തപ്പന് വന്നതാണ്. ഗുളികനാണ് ഇവിടുത്തെ പ്രധാന ഇത് നാഗത്തിൻ്റെ മരമാണ്. ഈ മരത്തിലാണ് ഇപ്പം നാഗുള്ളത്. ഇത് പണ്ട് കാലത്ത് കുന്നൂത്തനുള്ള വലിയ ഇതായിരുന്നു. കുവളം എല്ലാം ഇതുള്ള വലിയൊരു ഇതായിരുന്നു. പിന്നെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വണ്ടി വെച്ച് മണ്ണെല്ലാം നീക്കം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സൗകര്യം കാണുന്നത്. നീ ഇവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്. നിങ്ങൾ 4 ആൾ കഴിഞ്ഞിട്ട് മെത്തിലടിയിട്ടുണ്ട്. എന്തായാലും കുത്തും അവിടെ ഉണ്ട്. എടുക്കാം. എട്ട് രണ്ട് രണ്ടിനാണ് അങ്ങോട്ടങ്ങോട്ട് 13 12 6 6 6
ജയേട്ടാ ആ 14 മണിയാട്ടാ 3 11 10 9 4 1 ചോദിക്കുന്ന ഒന്നാമത്തെ പറഞ്ഞു അത് അങ്ങോട്ട് പിടിക്കും. എന്നാ പേര് നിങ്ങൾ? എൻ്റെ ഒരു പ്രസാദ്. പ്രസാദല്ലേ. ഈ കൊട്ടിയൂർ പോകാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി നിങ്ങൾ? 10-14 വർഷമായി. അതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളിലൊന്ന് പറയാൻ പറ്റുമോ? ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് പൂർവികന്മാർ പണ്ടേ പോകുന്നതാണ്. ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ 100-100 മേലെ ആൾക്കാർ ഇവിടെ കുളിച്ചുകൂടിയ സ്ഥലമാണ്. ഇപ്പം കുറച്ച് കാലമായിട്ട് ഒരു 10-20 അങ്ങനെയായിട്ട് അങ്ങനെ പോകുന്നു. ഇതൊരു മുടക്കം വരാടെ കൃഷി പടിയാണ്. ഇത് കൂടാളി താഴത്തെ വീടുമായിട്ട് ബന്ധപ്പെടുന്ന പടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കെല്ലാം അറിയുന്ന കാര്യം. പിന്നെ ഇതാണ് ഒന്നാമത്തെ മൂത്ത കാരണോട്. ഞാൻ 47 കൊല്ലമായി. 47 കൊല്ലമായി പോകുന്നില്ല. പണ്ട് അച്ഛനും അവരെല്ലാം നിൽക്കുന്ന പാരമ്പര്യമായിട്ട് നിൽക്കുന്നതാണ്. നമ്മളിങ്ങനെ ആചാരത്തോടു കൂടി പോകുന്നു. ഇത് രണ്ടാം കാരണോടാണ്. ഇയാൾ പോയി അശോകല്ലേ. നിങ്ങൾ എത്ര വർഷമായി പോകുന്നു? ഞാനൊരു 46 കൊല്ലമായി. 46 കൊല്ലമായി ഇതുവരെ മുടങ്ങാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല വിശ്വാസമാണ്. നിങ്ങളെ പേര്? ദാസൻ. ആ പറഞ്ഞു കേട്ടോ. എന്നെ പറഞ്ഞു, ഞാൻ പോയാൽ പറഞ്ഞു, എന്നെ പോയി കുറച്ച് കൂടെ എൻ്റെ കാര്യം പറഞ്ഞു.
പൊടിയില്ലേ? ഇത് നമ്മുടെ സാനിയാണ് നമ്മളെ ഇത് പഴയ ഇപ്പം മടപ്പനയിൽ ഇതായിട്ട് പഴയ ഒരാൾ ഒരു മാസം. നിങ്ങളെ പേരെന്നാ? എൻ്റെ പേര് നാണു എന്നാണ്. നാണു. ഇവിടുത്തെ അങ്ങനെയുള്ള ആരും ഒരു ആളൊന്നുമല്ല. എന്നാലും ഞാൻ കുട്ടിക്കാലയെ വന്ന് ഇവിടെ പോകുന്നതാണ്. നമ്മുടെ അടുത്ത എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. എന്താ ചെയ്യുന്നത് നിങ്ങൾ? ഞാൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരനെയാണ്. ഇപ്പം കുറച്ച് കാലമായി ഒന്ന് പോവാതെ, ഒരു ചെറിയ അസുഖം വന്നുകൊണ്ടാണ് പോവാതെ. നിങ്ങളെ പേരെന്തേനും? എൻ്റെ പേര് കുഞ്ഞമ്മ. കുഞ്ഞമ്മ. ഇവിടുത്തെ എന്തെങ്കിലും ഇതാ? ഇവിടുത്തെ ഒരു കാരണമാണ്. കാരണവരാണ്. ഇവരെ ഒരു തറവാട്ട് ക്ഷേത്രമായി ഇത്. ഞാൻ പറയാം, മഞ്ചക്കണ്ടി മടപ്പുരൻ്റെ കുളത്തിൻ്റെ ഒക്കെ നമ്മൾ പോകുന്നത് കേട്ടോ. കുളത്തിൻ്റെ അടുത്ത് എത്തി, വയലിൻ്റെ കാര്യം എത്തിയത്. വീടിന്ന് നോക്കുമ്പോൾ നമ്മളെ പുറകെ റോഡിലോട്ട് ബസ് പോകുന്ന നല്ല ശരിക്ക് കാണുന്നുണ്ട് കേട്ടോ. എങ്ങനെ പറയാം, മഴയെല്ലാം പെയ്യാൻ തുടങ്ങിയതിന് ശേഷം നല്ല പച്ചപ്പ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ടല്ലേ. സ്റ്റെപ്പായിട്ട് ഞങ്ങൾ മേലോടെ സ്റ്റെപ്പേനു മെലവോണ സ്റ്റെപ്പാണ്. അത് ചമ്പത്ത് വെച്ചാണ്, അവിടെ വരെ സ്റ്റെപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഒരു സ്ഥലം കുടിക്കുക. ചങ്ങാറ ഒരു കൊല ഉണ്ടോ? നല്ല കിടിലം കൊല കേട്ടാ. കാറ്റിനെ ഒടിഞ്ഞിട്ടാന്ന് തോന്നുള്ളേ. ചങ്ങായി പറയാതെ ഞാൻ തിരിച്ചെത്തി കേട്ടാ. ഗണേശയുടെ അമ്പലത്തിലാക്കി തിരിച്ചെത്തി. അവിടുത്തെ പിന്നെ മടപ്പുരയും കൊട്ടിയൂരേക്ക് പോകുന്ന വ്യത്യസ്തമായ ചടങ്ങും കാര്യമെല്ലാം കണ്ട് മടപ്പുരനെ പറ്റിയെല്ലാം നിങ്ങൾ കേട്ടില്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. ഇതുവരെ അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. നമ്മളെ നാട്ടിലുള്ളവരെല്ലാം അറിയായിരിക്കും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജി.